ഒരു ചക്രവ്യൂഹത്തിനുള്ളിലാണ് ഇസ്രായേൽ ഇപ്പോൾ. ഹമാസും ഹൂതികളും ഹിസ്ബുള്ളയും ഇറാനും വളഞ്ഞിട്ടാക്രമിക്കുന്നു. പിന്തുണച്ചിരുന്ന രാജ്യങ്ങൾ പോലും പരസ്യമായി ഇസ്രായേലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അതിനിടയിലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണവുമായി മുന്നോട്ടു പോകുന്നു. ഇസ്രായേലിനുള്ളിൽ തന്നെ നെതന്യാഹുവിനെതിരെ പ്രതിഷേധം കടുക്കുന്നു. വെടിനിർത്തലിനായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. US പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ് ഈ അതിക്രമം കണ്ട് നിശബ്ദമായി ഇരിക്കാനാവില്ലെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. നെതന്യാഹു അപ്പോഴും ശക്തമായ ആക്രമണവുമായി മുന്നോട്ട് പോകുന്നു. അതിഭീകരമായ അരക്ഷിതാവസ്ഥയുടെയും ഭയത്തിൻ്റെയും പിടിയിലാണ് ഇസ്രായേൽ ജനത. ഇസ്രായേലിൻ്റെ നട്ടെല്ലായ ടൂറിസം മേഖല പോലും തകർന്നു തരിപ്പണമായി. ഇതൊന്നും വകവയ്ക്കാതെ യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണ് നെതന്യാഹു. അതിനിടയിൽ ഇസ്രായേൽ അധിനിവേശ ഗാലൻ ഹൈറ്റ്സിലെ മജ്ദാൽ ഷാംസിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇതിൻ്റെ മറുപടിയായി ഇസ്രായേൽ ആക്രമണ പരമ്പര തന്നെ നടത്തി. ഗാലൻ ഹൈറ്റ്സ് ആക്രമണത്തിന് ഹിസ്ബുള്ള വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് തെക്കൻ ലെബനനിലെ വിവിധ മേഖലകളിൽ ഒരേ സമയം ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത്. US സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. നെതന്യാഹു ഇസ്രായേലിൽ തിരിച്ചെത്തിയാലുടൻ ശക്തമായ തിരിച്ചടി നൽകുമെന്ന സൂചനയാണ് ഇസ്രായേൽ സൈന്യം നൽകുന്നത്. ഗാലൻ ഹൈറ്റ്സിലെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ 12 പേരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തിട്ടില്ല. ഇസ്രായേലിൻ്റെ ആൻറ്റി റോക്കറ്റ് ഇൻ്റർസെപ്റ്ററാണ് പതിച്ചതെന്നാണ് ഹിസ്ബുള്ള UN അറിയിച്ചത്. ലെബനനും ഇസ്രായേലും ജോർദാനും അതിർത്തി പങ്കിടുന്ന തന്ത്രപ്രധാന മേഖലയാണ് ഗാലൻ ഹൈറ്റ്സ്. സിറിയയുടെ ഭാഗമായ ഈ മേഖലയുടെ 2/1 ഇസ്രായേൽ പിടിച്ചടക്കിയിരിക്കുകയാണ്. 1967 നടത്തിയ യുദ്ധത്തിലാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സിറിയയുടെ ഭാഗമെന്ന് അംഗീകരിച്ച ഗാലൻ ഹൈറ്റ്സ് ഇസ്രായേൽ പിടിച്ചെടുത്തത്. അതിനിടെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ മുൻ മേജർ ജനറൽ ഇറ്റ്സ്ഹാക്ക് ബ്രിക്. ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം വലിയൊരു യുദ്ധത്തിലേക്കും രാജ്യത്തിൻ്റെ നാശത്തിലേക്കും നയിക്കുമെന്നാണ് ബ്രിക്കിൻ്റെ മുന്നറിയിപ്പ്. ഗാലനിലെ ആക്രമണത്തിന് ഹിസ്ബുള്ളയോട് യുദ്ധത്തിന് പോയാൽ കയ്യിൽ നിൽക്കാതെ പോകുമെന്നും രാജ്യത്തെ ജനവാസ മേഖലകളിലും പവർ പ്ലാന്റുകളിലും ഗ്യാസ് പ്ലാറ്റ്ഫോമുകളിലും സൈനിക കേന്ദ്രങ്ങളിലും ഫാക്ടറികളിലും ഹിസ്ബുള്ളയുടെ ആക്രമണം പ്രതീക്ഷിക്കാമെന്നുമാണ് ബ്രിക്ക് പറയുന്നത്. ഇത് ഇസ്രായേലിന് വലിയ നഷ്ടം വരുത്തിവെക്കും. രാജ്യം നശിക്കും. ഗസയിലെ യുദ്ധത്തിന് അടിയന്തര അവസാനമാണ് വേണ്ടത്. ഈ ആക്രമണം ഹമാസിനെ ഇല്ലാതാക്കില്ല, ബ്രിക്ക് പറയുന്നു. ഗസയിലെ യുദ്ധം തുടർന്നാൽ മേഖല യുദ്ധത്തിൻ്റെ പിടിയിലാവും. മിഡിൽ ഈസ്റ്റിനെ ചുട്ടരിക്കാതെ ഹിസ്ബുള്ളയെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാനാവില്ലെന്നും ബ്രിക്ക് പറയുന്നു.